അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ട, ബണ്ണ് കൊണ്ടുവരട്ടെ, ബ്രെഡ് കഴിക്കാൻ, എന്തായാലും ഡോക്ടർ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത്ത് ഇങ്ങനെ മൂളുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കേട്ടോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ രോഹിത്തിന് കേൾക്കുമ്പോൾ രോഹിത്തിന് ചെറുതായിട്ട് അലീനയോട് സ്നേഹമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന നീട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. രോഹിത്ത് ആണെങ്കിലും ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്ത് ഇങ്ങനെ കിടക്കണതും കോടതിയിൽ ആ പെൺകുട്ടി നിനക്കെതിരെ ഒരു സാക്ഷ്യം പറയാത്തതിൻ്റെ കാരണമൊക്കെ പിന്നിൽ അലീന ചേച്ചിയുടെ കുറേ കളിയുണ്ട്. അലീന ചേച്ചി കാരനാണ് രോഹിയേട്ടൻ ഇങ്ങനെ വന്ന് കിടക്കണത്. ഏട്ടന് ഒരു പ്രശ്നമില്ലാത്ത അലീന ചേച്ചിയാണ്. അതുകൊണ്ട് അലീന ചേച്ചിയോട് ഇനിയെങ്കിലും ഒരു ദേഷ്യവും കരുതാതിരിക്കുക, അലീന ചേച്ചിയോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിന് എന്തായാലും ചെറുതായിട്ടൊക്കെ മനസ്സിലാവാനൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ രോഹിത്ത് ഒരു മുഖം കാണിക്കാതെ നമ്മുടെ അലീനയുടെ ഇരുന്ന് കഞ്ഞിയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമാവുണ്ട്. കൃഷ്ണമോൾ വേഗം ചെന്നിട്ട് അച്ഛൻ അങ്ങോട്ട് വാ, ഞാൻ അച്ഛനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രനെ വലിച്ചു കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സ്നേഹമായിട്ട് അലീന ചേച്ചിയിടുന്ന് കഞ്ഞി വാങ്ങി കുടിക്കണതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണമോൾ ഇങ്ങനെ പോണ സമയത്ത് നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട്, എന്തിനാടി എല്ലാവരും കൂടി അങ്ങോട്ട് പോകണേ, എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ഓരോന്ന് പിറുപിറുത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, എടി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയാം, അല്ലാതെ പിറുപിറുത്ത് പോകണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.